ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എണ്ണ കാച്ചാൻ പോവാണേ. തലയിലും മേലിലൊക്കെ തേക്കാൻ പറ്റിയത് തുളസി കൊണ്ടാണ്. അപ്പം നമ്മൾ കുറച്ച് തുളസി പറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പാരച്യൂട്ടിൻ്റെയാണ്, ഒരു കുഞ്ഞൊരു കുപ്പി. ഇത് ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയൊക്കെ ആൾ സ്ഥിരം കുളിക്കുമ്പോൾ യൂസ് ചെയ്ത് തരുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു തുളസി കൊണ്ട് കാച്ചിയ എണ്ണയാണ്. എന്നിട്ട് കുളി കഴിഞ്ഞ് വന്നാൽ തന്നെ അമ്മച്ചിയുടെ തലമുടിക്കും എല്ലാം നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് ഹെൽത്തിയാണ്. നമുക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ നല്ല. അപ്പോൾ ഒന്ന് എണ്ണ ഞാൻ ചൂടാക്കി. ഇനി ഇതിലേക്ക് നമുക്ക് തുളസി ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ തീ കുറച്ചിട്ടാണ് ഇട്ടേക്കണേ. ചെറിയൊരു സിമ്മാക്കിയിട്ട് ചെറിയ തീയിലാണ് ഞാനിതിങ്ങനെ നല്ല ഈ ഇലയിലുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി ഈ ഇങ്ങനെ പത വരുന്നത് സ്റ്റോപ്പ് ആവുന്ന വരയ്ക്ക് നമുക്ക് ചൂടാക്കിയിട്ട് തണുപ്പാറിയതിന് ശേഷം നല്ലൊരു ചില്ലിൻ്റെ പാത്രത്തിലെടുത്ത് വയ്ക്കാം. ഞാനപ്പോൾ ഇവിടെ ന്യൂട്ടെല്ലയുടെ കുപ്പി വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അത് തണുത്തതിന് ശേഷം അതിലേക്ക് അരിച്ചൊഴിക്കണം. ഇതിൻ്റെ ആ ഒരു ഫ്രൈ ആയിട്ടുള്ള ഇലയുണ്ടല്ലോ, അതെടുത്ത് മാറ്റണം. ചൂടോടുകൂടി അരിക്കാൻ നിൽക്കരുത്, റീൽസിൽ കാണുന്ന പോലെയാവും. അപ്പം ഞാൻ വിചാരിക്കേണ്ടത് ഇന്നിത് കാച്ചി വെച്ചിട്ട് നാളത്തേക്ക് അരിച്ചൊഴിക്കാം എന്നാണ് വിചാരിക്കണേ. ഇപ്പം ഇതിങ്ങനെ കിരികിരാന്നായിട്ടുണ്ട്. നമുക്കിതിന് മെല്ലെ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്മെല്ല് കരിഞ്ഞ മണമായി പോകും. അപ്പം എനിക്കിത് ഓഫ് ചെയ്യാൻ തോന്നുന്നു. ഒന്നിങ്ങനെ കിരികിരാന്നായിട്ടുണ്ട്, ആ പതയുന്നതൊക്കെ സ്റ്റോപ്പായി. അപ്പോൾ ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് വല്ലാതെ ഇങ്ങനെ കറുപ്പിച്ചാൽ എണ്ണയുടെ ചൂട് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം വല്ലാതെ കരിയിക്കണേക്കാൾ മുന്നേ ഇതെടുക്കാം.